അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത തഖീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നും നാം ചർച്ച ചെയ്യുന്നത്. ലോകത്ത് വിവിധങ്ങളായ പ്രതിസന്ധികളെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊതുവെ ഒരു മനുഷ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യമാണ്. സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യമാണ് മനുഷ്യനെ പല നിലക്കും നശിപ്പിക്കുന്നതും പല വേണ്ടാവൃത്തികളിലേക്ക് ആകർഷിക്കുന്നതും പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതും. ഇതൊരു സത്യസന്ധമായ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം 1400 വർഷങ്ങൾക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലി കുല്ലി നബി ഉമ്മത്തിൻ ഫിത്നത്തുൻ. എല്ലാ സമുദായത്തിനും എല്ലാ സമൂഹത്തിനും ഒരു കുഴപ്പമുണ്ട്. എന്നാൽ വ ഫിത്നത്തു ഉമ്മത്തി അൽമാൽ. എൻ്റെ സമുദായത്തിൻ്റെ പ്രശ്നം അത് സമ്പത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അപ്പോൾ സമ്പത്തൊരു പ്രശ്നമാണ്, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് മനുഷ്യനെ വളരെയേറെ അപകടത്തിലേക്ക് നയിക്കുന്നു. സമ്പത്തിനോടുള്ള അമിതമായ ഒരു ഭ്രമം, സമ്പത്തിനുള്ള കൊതി, അലച്ച, സമ്പത്തിന് വേണ്ടിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നതും. സമ്പത്ത് മനുഷ്യൻ്റെ ഒരു ഉപകാര വസ്തുവാണ്. പക്ഷേ സമ്പത്തിനോടുള്ള അമിതമായ ഒരു താല്പര്യം, എത്ര ലഭിച്ചാലും മതിയാകാത്ത ഒരു താല്പര്യം, ആ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് അത് നമ്മൾ അപകടത്തിലേക്കാണ് എത്തുന്നത്. അപകടത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, നാം തകർച്ചയിലേക്ക് എത്തുന്നു, നാം നശിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തിനോടുള്ള ആ ഒരു അത്യാഗ്രഹത്തെ ഉപമിച്ചത്, നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വിശന്നവരായ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? പൊതുവേ ചെന്നായ്ക്കൾ ആടിൻ്റെ ശത്രുക്കളാണ്. അതിലൂടെ അവർക്ക് വിശന്നവരും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആട്ടിൻകൂട്ടത്തെ അവരാക്രമിച്ച് അവനത് ഭക്ഷണമാക്കും. എന്നാൽ അതിലേറെ പ്രശ്നമാണ്, അതിലേറെ കുഴപ്പമാണ് സമ്പത്തിനോടും അധികാരത്തിനോടും മനുഷ്യന് ആഗ്രഹമുണ്ടായാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ ദിഅ്ബാനി ജാഇആനി ഉർസിലാ ഫീ ഗനമിൻ ബി അഫ്സദ ലഹാ മിൻ ഹിർഷിൽ മാഇ അലൽ മാലി വശറഫി ലിദീനി. അതാ മനുഷ്യൻ്റെ ദീനിയായ അച്ചടക്കത്തെ തകർത്ത് കളയുന്നു. ഏതിനേക്കാൾ വിശന്നവരായ ചെന്നായക്കൂട്ടം ആട്ടിൻകൂട്ടത്തിലേക്ക് എത്തിയാൽ കുഴപ്പമുണ്ടാക്കുന്ന എത്രയാണോ, അതിലേറെ വലിയ കുഴപ്പക്കാരികൾ സമ്പത്തിനോടും അധികാരത്തോടും ഉള്ള അമിതമായ താല്പര്യം ഉള്ളവരായിരിക്കും. അവരെക്കാൾ ചെന്നായകൾ കുഴപ്പമുണ്ടാക്കില്ല എന്നാണ്. അപ്പോൾ ഈ ചെന്നായക്കൾ, വിശന്ന് വലഞ്ഞ് ആ ചെന്നായക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് എത്തിയാൽ എത്രമാത്രം ഒരു കുഴപ്പമുണ്ടാക്കുമോ, അതിലേറെ വലിയ കുഴപ്പക്കാരികൾ സമ്പത്തിനോട് അമിതമായ കൊതിയും സ്ഥാനമാനങ്ങളോട് വലിയ താല്പര്യവും വെച്ച് പുലർത്തി ദീന് കൈകാര്യം ചെയ്യുന്നവരായിരിക്കുന്ന. അപ്പോൾ സമ്പത്തിനോടുള്ള താല്പര്യവും സ്ഥാനമാനങ്ങളോടുള്ള വലിയ
മോഹവും മനുഷ്യനെ തകർത്ത് കളയും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹുവിന് പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖറഉ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ നബി തങ്ങൾ അൽഹാഖു മുത്തക്കാസുർ എന്നുള്ള സൂറത്ത് ഓതുകയാണ്. അൽഹാഖു മുത്തക്കാസുർ എന്ന് പറഞ്ഞാൽ അധികരിച്ച് പറയുക എന്നുള്ളത് മനുഷ്യനെ ജോലിയാക്കിയിരിക്കുകയാണ്, നിങ്ങളെ ജോലിയാക്കിയിരിക്കുകയാണ്. സമ്പത്ത് കൊണ്ടും സമ്പാദ്യം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടുമൊക്കെ ആ പെരുപ്പിച്ച് പറയാം, അത് നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു. റസൂല പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, ഓ മനുഷ്യ സന്തതിയെ, മനുഷ്യൻ പറയാണ്, മാലി എൻ്റെ മുതൽ, മാലി എൻ്റെ മുതൽ. യഥാർത്ഥത്തിൽ ഹല്ലക യബ്ന ആദമ മാലിക ഇല്ലാമ അകൽത ഫഅഫ്നൈത, നീ തിന്ന് ദ്രവിപ്പിച്ച ഭക്ഷണമല്ലാതെ നിനക്കെന്താ ഉള്ളത്? നീ കഴിച്ച ഭക്ഷണം അത് ദ്രവിച്ചു കഴിഞ്ഞു, ദഹിച്ചു കഴിഞ്ഞു, അതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് ദ്രവിപ്പിച്ചതായ വസ്ത്രം, അതല്ലാതെ നിനക്ക് എന്താ ഉള്ളത്? ഔ തസദ്ദഖ്ത ഫഅംലൈത, ധർമ്മം കൊടുത്ത് നിൻ്റെ കഴിഞ്ഞു തീർന്ന നിൻ്റെ മുതൽ, അതല്ലാതെ നിനക്ക് എന്താ ഉള്ളത്? ഒന്നും നിനക്കില്ല എന്നർത്ഥം. നിനക്കൊന്നും ഇല്ല. ഇതൊന്നും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നുള്ളത്. അതുകൊണ്ട് അത്രത്തോളം വലിയ സാമ്പത്തിക കൊതി മനുഷ്യനുണ്ടായാൽ മനുഷ്യൻ തകർന്നു പോകുമെന്നുള്ളതാണ് ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അവസാനം നമ്മൾ ഓതിയ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നാശമായി വരുന്നത് സമ്പത്താണ്, സ്ഥാനമാനങ്ങളാണ്. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ കൊലവിളി കൂട്ടുന്നത്, തമ്മിൽ പാര വെക്കുന്നത്, അസൂയ വെക്കുന്നത്, കൊലപാതകം നടത്തുന്നത്, പല തെറ്റുകളും ഇതിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അടുത്ത കേരളത്തിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കവർച്ചാ കേസിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അവസാനമെത്തുക, അതിൻ്റെ ഏറ്റവും ടോപ്പ്, അതിൻ്റെ അടിസ്ഥാനമായി കണ്ടെത്താൻ കഴിയുന്ന സത്യം എന്ന് പറയുന്നത് സമ്പത്തിനോടോ സ്ഥാനമാനങ്ങളോടോ അമിതമായ താല്പര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തൊക്കെ നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ. അപകടകരമായ സമ്പത്തിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഇത് പ്രത്യേകം പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യണം, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തട്ടെ. നല്ല അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ആ മേഖലകൾ എല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളൊക്കെ ഒരു സഹായമാകണം. ഒരു അറിവ് നമ്മൾ ഷെയർ ചെയ്താൽ എൻ്റെ കൂലി നമുക്ക് എത്രയാണ്? ഇതൊന്നും മറ്റൊന്നും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.